അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാൻ പോകുകയാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഏറ്റവും കൂടുതൽ ഇത്രയും പഠിപ്പിച്ചത് വളരെ ഈസി ആയിരുന്നു, എന്നാൽ ഇന്ന് പഠിപ്പിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. വടി കൊടുത്ത് അടി മേടിക്കുന്നൊരു സ്വഭാവമാണ് ഇന്ന് രാത്രി ഞാൻ ചെയ്യുവാൻ പോകുന്നത്. കഴിഞ്ഞ നാളുകൾ ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തത കാട്ടിയതുകൊണ്ട് ഇന്ന് രാത്രിയിലും അതേ പദവിയിൽ നിന്നോട് വിശ്വസ്തത കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറവുകൾ ഒത്തിരി ഉണ്ട്, ആ കുറവുകൾ മനസ്സിലാക്കിയാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കുവാൻ കർത്താവ് ഞാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചിന്തയ്ക്കായിട്ട് 13-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു നാട്ട്. ചാപ്റ്റർ 13:17. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരിക, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് ആ വചന വ്യവസ്ഥയിൽ ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തനായിട്ട് ഈ തിരുവചനവും എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞാൻ ആശ്രയിച്ച് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്ത് അല്പം പോലും മായം ചേർക്കത്തില്ല എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് ഈ 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങളോട് തിരുവചനം പ്രസംഗിച്ച് നിങ്ങളെ അവിടെ പറയുന്നത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അതിൻ്റെ 7-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ട്, വേഴ്സ് 7. പ്രധാനമായിട്ട് ആ 7-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചതായ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. 13-ാം അധ്യായത്തിൽ 3 പ്രാവശ്യങ്ങളാണ് നടത്തിപ്പുകാരെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവസാനമായിട്ട് നമ്മൾ കാണുന്നത് വേഴ്സ് 20-21 വാക്യത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, ആദ്യം 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണുന്നത്, കഴിഞ്ഞ നാളുകൾ നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ, അവരെ നമ്മൾ കണ്ടത് അവരിന്ന് ഈ ലോകത്തിലില്ല, അവർ മൺമറഞ്ഞു പോയി, അവർ മരിക്കുവാനായിട്ട് കാരണമായി തീർന്നു. എന്നാൽ അവരെ നോക്കിക്കൊണ്ട് 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കണമെന്നാണ് അന്ന് നമ്മളോട് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിച്ചത്. ഒന്ന്, വീണ്ടും ഒരിക്കൽ കൂടെ 7-ാമത്തെ വാക്യം. ഒന്നാമത് ഓർക്കേണ്ടത് ഫോളോ ദെയർ ഫെയ്ത്ത്, അവരുടെ വിശ്വാസത്തെ നിങ്ങൾ അനുഗമിക്കുക. 2, നോട്ട് ഡിപ്പാർട്ടിങ് ഫ്രം ഇറ്റ്, അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. 7-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അന്ന് ജീവനോടിരിക്കുന്ന ദൈവദാസന്മാരെ കുറിച്ചല്ല അവിടെ പറയുന്നത്, മരിച്ചുപോയ ദൈവദാസന്മാരെ കുറിച്ച്. ഓൾറെഡി അവർ മരിച്ചുപോയി. എന്നാൽ മരിച്ചവരെ നോക്കിക്കൊണ്ട് 2 കാര്യങ്ങളാണ് പഠിക്കുവാനായിട്ട് പറഞ്ഞത്. ഒന്ന്, അവരുടെ വിശ്വാസത്തെ നമ്മൾ അനുകരിപ്പീൻ. 2, അതിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത്. എന്നിട്ടാണ് താഴോട്ട് പറയുന്നത്, ഉപദേശത്തിൻ്റെ പെശക് ഒത്തിരി കടന്നു വരുവാൻ ചാൻസ് ഉണ്ട്, ബട്ട് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. 17-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വിഷയം മാറി, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അവിടെ പറയപ്പെടുന്നത് മരിച്ചുപോയ ലീഡേഴ്സിനെ കുറിച്ചല്ല, ഇന്ന് നിങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ അല്ലെങ്കിൽ ഇടയന്മാരെ കുറിച്ചാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് ജീവനോടെ ഇരിക്കുന്ന ഇടയന്മാർ അഥവാ സഭയെ നയിക്കുന്നവർ, മറ്റുള്ളവരെ നയിക്കുന്ന അവരെ കുറിച്ചാണ് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുന്നത്. ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യത്തിൽ 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളത്. 2 things, 2 കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഷീപ്സ് റിലേഷൻ ടു ദ ഷെപ്പേർഡ്, ഇടയനുമായിരിക്കുന്ന ബന്ധം. ഷീപ്സ് റിലേഷൻ ടു ദ ഷെപ്പേർഡ്, ആടുകൾക്ക് ഇടയനോടുള്ള ബന്ധം. ഷീപ്സ് റിലേഷൻ ടു ദ ഷെപ്പേർഡ്. 2, ഷെപ്പേർഡ്സ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് ദ ഫ്ലോക്ക്. ഷെപ്പേർഡ്സ് റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ് ദ ഫ്ലോക്ക്. 17-ാം വാക്യത്തെ നമ്മൾ 2 ഭാഗങ്ങളായി തിരിക്കുവാൻ സാധിക്കും. ഇങ്ങനെ പറയുവാൻ സാധിക്കും. ഒന്ന്, ആടുകൾക്ക് ഇടയനോടുള്ളതായിരിക്കുന്ന ബന്ധം. 2, ഇടയന് ആടുകളുമേലുള്ളതായിരിക്കുന്ന ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ. ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്തിൽ നിന്നുകൊണ്ട് ദ ഫസ്റ്റ് പോർഷനിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇടയൻ എന്നുള്ള വേർഡിൽ നിന്നുകൊണ്ട് 1, 2, 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വിഷയം മനസ്സിലാക്കുവാൻ സാധിക്കും. വേദപുസ്തകത്തിൽ പ്രധാനമായിട്ട് ഇടയൻ എന്നുള്ള വേർഡ് ചൂണ്ടിക്കാണിക്കുമ്പോൾ 3 പേരുകളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 3 names, 3 പേരുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതിനാധാരമായിട്ട്
Acts chapter 20 verse 17. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 17-ാമത്തെ വാക്യം. സഭയിലെ മൂപ്പന്മാർ. അപ്പോൾ ഒന്നാമത്തെ പേര് എൽഡേഴ്സ്. മൂപ്പന്മാർ. രണ്ടാമത്തെ വേഴ്സ് 28, 28. അധ്യക്ഷരാക്കി, ഓവർസിയേഴ്സ്. രണ്ടാമത്തെ വേർഡ് ഓവർസിയേഴ്സ്. മൂന്നാമത്തെ വേർഡ് ഫസ്റ്റ് പീറ്റർ chapter 5 verse 2, verse 1 and 2. നിങ്ങളുടെ വിചാരണയുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. യെസ്. വേഴ്സ് 4, 4-ാമത്തെ വാക്യം. ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, ഇടയ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ്, ദ ഗ്രേറ്റ് ഷെപ്പേർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വേർഡാണ് ദ ഗ്രേറ്റ് ഷെപ്പേർഡ്. ഇരുപത്തി 2, 23, 24 സങ്കീർത്തനം കർത്താവായ യേശുവിന്റെ 3 രീതികൾ ചൂണ്ടിക്കാണിക്കുന്നു. Psalms 22, 22-ാം സങ്കീർത്തനം. ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്ന ഇടയൻ. അതാണ് ഗ്രേറ്റ് ഷെപ്പേർഡ്. ഗുഡ് ഷെപ്പേർഡ്. 2 ഗ്രേറ്റ് ഷെപ്പേർഡ്. 23 സാംസ്. ആടുകളെ പോറ്റി പുലർത്തുന്നു. മൂന്ന് ചീഫ് ഷെപ്പേർഡ്, പ്രധാന ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. Psalms 24 ആടുകൾക്ക് പ്രതിഫലം കൊടുക്കുന്നു. Gives rewards to the sheep. അരുമനാഥനാകുന്ന യേശുവിനെ 3 സങ്കീർത്തനത്തിൽ 3 രീതികളിലാണ് ചൂണ്ടിക്കാണിക്കുക ഇടയനുമായിരിക്കുന്ന ബന്ധത്തിൽ. 1 ഗുഡ് ഷെപ്പേർഡ്, 2 ചീഫ് ഷെപ്പേർഡ്, 3 നമ്മൾ കണ്ടത് ഏതായിരുന്നു? ഗ്രേറ്റ് ഷെപ്പേർഡ്. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇടയ ശ്രേഷ്ഠൻ എന്ന് പറയുമ്പോൾ സഭയുടെ നേതാക്കന്മാരെ, സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നവരെയാണ് ഇടയൻ എന്ന് പറയുന്നത്, ഷെപ്പേർഡ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഈ 3 വാക്കുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് 3ഉം അവരുടെ ജോലി 3 വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. എൽഡർ എന്നുള്ള വേർഡ് അതിൻ്റെ ഗ്രീക്ക് വേർഡാണ് പ്രസ്ബറ്റോറിയസ്. എൽഡർ എന്ന് പറയുന്നത് സ്പീക്സ് ഓഫ് മച്യൂരിറ്റി ആൻഡ് എക്സ്പീരിയൻസ്. മൂപ്പൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അത് വെളിപ്പെടുത്തുന്നത് മച്യൂരിറ്റി, പക്വത. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ. അപ്പോൾ ഇതെന്തായിരിക്കും ആ മൂപ്പൻ എന്ന് പറയുന്ന ആളിൻ്റെ ക്വാളിഫിക്കേഷൻ? സ്പീക്സ് ഓഫ് ക്വാളിഫിക്കേഷൻ. എൽഡർ എന്നുള്ള വേർഡ് പ്രസ്ബിറ്റേഴ്സ്. ആ വേർഡിൻ്റെ മീനിങ് അത് ക്വാളിഫിക്കേഷനെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്പേഴ്സ് ചാപ്റ്റർ 11 വേഴ്സ് 16 അവിടെ നമുക്ക് ഈ മൂപ്പന്മാരെ കാണുവാൻ സാധിക്കും. നമ്പേഴ്സ് 11:16 വായിച്ചിട്ട്. അപ്പോൾ യഹോവ മോശയോട് കൽപ്പിച്ചത്,
ഇസ്രായേൽ മൂപ്പന്മാരിൽ വെച്ച് ശ്രദ്ധിച്ചോണം, ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ തക്കോണം മോശയ്ക്ക് ഏകനായിട്ട് പറ്റത്തില്ല എന്ന് മോശ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവരാരായിരുന്നു? ദേ വേർ എൽഡേഴ്സ്. എൽഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സ്ഥാനത്ത് പക്വതയുള്ളവർ, പരിചയമുള്ളവർ. കുഞ്ഞുങ്ങളായിരുന്നില്ല, പിന്നെയോ പ്രായത്തിൽ തികഞ്ഞവർ. എന്തുകൊണ്ട് പ്രായത്തിൽ തികഞ്ഞവർ? അവർക്ക് ധാരാളമായിട്ട് അനുഭവങ്ങൾ ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുഭവങ്ങളാണ് നമ്മെ മച്യൂരിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. പ്രായം കൂടിയതുകൊണ്ട് മച്യൂരിറ്റി വരണമെന്നില്ല, പ്രായം കുറഞ്ഞതുകൊണ്ട് മച്യൂരിറ്റി ഇല്ലാതിരിക്കണമെന്നുമില്ല. പക്ഷെങ്കിൽ ഒന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ അതിനനുസരണമായിട്ട് നമ്മുടെ ലൈഫിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ആ മച്യൂരിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അതാണ് മച്യൂരിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ മച്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷനാണ്. ഒരു എൽഡറിന് ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി, ഒരു ഗുണമാണ് മച്യൂരിറ്റി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട്? എക്സ്പീരിയൻസ്. രണ്ടാമത്തെ വേർഡാണ് ഓവർസിയർ. ഓവർസിയർ എന്നുള്ള വാക്കാണ് ബിഷപ്പ്. ഓവർസിയർ, ബിഷപ്പ്. ആ വേർഡ് വന്നിരിക്കുന്ന ഗ്രീക്ക് വേർഡ് എപ്പിസ്കോപ്പാസ്. അതിൽ നിന്നാണ് ആ വേർഡ് വന്നിരിക്കുന്നത്, എപ്പിസ്കോപ്പാസ്. ഓവർസിയർ, ആ വേർഡ് തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഓവർസിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മുകളിൽ നോക്കുക, ഭരിക്കുക, ടു റൂൾ. അതാണ് ആ വേർഡിന്റെ മീനിങ്, ടു റൂൾ, ഭരിക്കുക. വാച്ചിങ് ഓവർ ഗോഡ്സ് ഫ്ലോക്ക്, ആടുകളെ സൂക്ഷിക്കുക, ഭരിക്കുക. അതെന്തിനെ വെളിപ്പെടുത്തുന്നു? ഡിസ്ക്രൈബ്സ് ദ റെസ്പോൺസിബിലിറ്റി, ചുമതലയെ വെളിപ്പെടുത്തുന്നു. എൽഡർ എന്നുള്ള വാക്ക് ക്വാളിഫിക്കേഷനെ വെളിപ്പെടുത്തുന്നു. എപ്പിസ്കോപ്പാസ്, ഓവർസിയർ അല്ലെങ്കിൽ ബിഷപ്പ് എന്നുള്ള വേർഡ് അവരുടേതായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്നു. മൂന്നാമത്തെ വേർഡ് ഷെപ്പേർഡ്. ഷെപ്പേർഡ് എന്നുള്ള വാക്കും റെസ്പോൺസിബിലിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്നു. റെസ്പോൺസിബിലിറ്റി എന്താണ് ആ വാക്കിന്റെ മീനിങ്? ദ വൺ ഹു ലീഡ്സ്, നയിക്കുന്നവൻ, നടത്തുന്നവൻ. ആടുകളെ മുൻപേ നടത്തിയിട്ട് ഇടയൻ പിന്നിലല്ല പോകുന്നത്, ഇടയനാണ് മുൻപിൽ നടക്കുന്നത്, ആടുകൾ പിന്നാലെ കടന്നു വരികയാണ്. അപ്പോൾ ആടുകളെ നയിക്കുന്ന ഇടയൻ. അപ്പോൾ ഒന്ന് നമുക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ വെളിപ്പെടുത്തുമ്പോൾ മറ്റ് രണ്ട് പേരുകളും വെളിപ്പെടുത്തുന്നത് അവരുടെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ്. പ്രധാനമായിട്ട് ഈ മൂന്ന് വേർഡുകളും യൂസ് ചെയ്യുന്നത് ഇടയൻ എന്നുള്ള വേർഡിലാണ് നമ്മൾ കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചോട്ട്, ആക്ട്സ് ചാപ്റ്റർ 20 verse 17. verse 28. അധ്യക്ഷരാക്കി വെച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ആരെ അവിടെ വരുത്തിയത്? മിലത്തേസിലോട്ട് കൊണ്ടുവന്നത് എഫെസോസിലെ മൂപ്പന്മാരെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ അവരെക്കുറിച്ച് വീണ്ടും അപ്പോസ്തലനായ പൗലോസ് അവരെ നോക്കി പറയുകയാണ്, നിങ്ങൾ ആരായിരിക്കുന്നു? നിങ്ങൾ ഓവർസിയറാണ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വേർഡും ഒരേ കൂട്ടരെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് എൽഡർ, ബിഷപ്പ് ആൻഡ് ഷെപ്പേർഡ്. ഇത് മൂന്നും ഒരേ ആൾക്കാരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് പാസ്റ്റർ എന്നുള്ള വേർഡ് കാണുന്നത്. അതും സെയിം പൊസിഷനാണ്. പ്രധാനമായിട്ട് ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന കൃപാവരങ്ങളൊക്കെ
പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ വെളിപ്പെടുന്ന കൃപാവരങ്ങളായിരിക്കുമ്പോൾ ഈ 5-fold പൊസിഷൻ എന്ന് പറയുന്നത് അതും യേശുക്രിസ്തു കൊടുക്കുന്ന ദാനമാണെങ്കിലും ഇറ്റ് ഈസ് ആൻ ഓഫീസ് എന്നുള്ളതാണ് പ്രത്യേകത. ഇറ്റ്സ് ആൻ ഓഫീസ്. നോട്ട് ചെയ്ത് ദാറ്റ്. ആർക്കും തന്നെ സ്ഥിരമായിട്ട് പറയുവാൻ പറ്റത്തില്ല എനിക്ക് ഹീലിംഗ് വരെ ഉണ്ടെന്നുള്ളത്. പരിശുദ്ധാത്മാവ് ഒരാളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരിൽ കൂടെ വെളിപ്പെടുന്നതാണ് ഹീലിംഗ്, ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്. അതുകൊണ്ട് ഒരു മനുഷ്യന് പോലും അവകാശം പറയുവാൻ പറ്റത്തില്ല അവന് ഹീലിംഗ് വരെ ഉണ്ട് എന്നുള്ളത്. അത് തെറ്റാണ്. സ്ക്രിപ്ച്വറലി ദാറ്റ് ഈസ് റോങ്. പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്ക് കൊടുക്കുന്നതിനനുസൃതമായിട്ട്. അപ്പോൾ രണ്ടാമത്തെ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഈ ഹീലിംഗ് ഗിഫ്റ്റ് അവരിൽ സ്വതസിദ്ധമായിട്ടുണ്ടായിരുന്നതായിരുന്നുവെങ്കിൽ അവർ കൈവെക്കുന്നവർ മുഴുവൻ സൗഖ്യമാകേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് അത് വന്നും പോയി ഇരിക്കുന്നു. അക്കോർഡിംഗ് ടു ദ വിൽ ആൻഡ് വിഷ് ഓഫ് ഗാഡ്, വിഷ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്നതായിരിക്കുന്ന ഈ 5-fold പൊസിഷൻ എന്ന് പറയുന്നത് അത് ഒരിക്കൽ പോലും ആ പൊസിഷൻ അവരുടെ മാറ്റപ്പെടുന്നില്ല. അവർക്ക് ഉയർത്തപ്പെടുവാൻ സാധിക്കും. ഇറ്റ് ഈസ് എ പൊസിഷൻ, ഇറ്റ് ഈസ് ആൻ ഓഫീസ്. അതൊരു ഓഫീസാണ്. അപ്പോസ്തലൻ എന്ന് പറയുന്നത് ഒരു ഓഫീസാണ്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന 5-fold മിനിസ്ട്രിയിലെ പ്രൊഫസി എന്ന് പറയുന്നത് ഒരു ഓഫീസാണ്. അതോടൊപ്പം തന്നെ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓഫീസാണ്. ഇടയെന്ന് പറയുന്നത് ഒരു ഓഫീസാണ്. അധ്യാപകൻ എന്ന് പറയുന്നത് ഒരു ഓഫീസാണ്. അപ്പോൾ ഈ 5-fold പൊസിഷൻ എന്ന് പറയുന്നത് ദൈവം ആരെങ്കിലും അവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് മാറിപ്പോകുന്നത് ഒന്നല്ല ഈ 5-fold മിനിസ്ട്രി. 5-fold മിനിസ്ട്രി എന്ന് പറയുന്നത് അത് അവരുടെ ഓഫീസാണ്. അപ്പോൾ പാസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു ഓഫീസാണ്. അതിൻ്റെ ഒരു ദൈവം വെച്ചിരിക്കുന്ന സഭയ്ക്ക് വെച്ചിരിക്കുന്ന പൊസിഷനിൽ ഒരു പൊസിഷനാണ് പാസ്റ്റർ. അപ്പോൾ ഈ പറയപ്പെടുന്നതായിരിക്കുന്ന വേർഡുകൾ മുഴുവൻ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൊടുത്ത ഒരു വ്യക്തിയെ ആ വേലയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുക. അപ്പോയിന്റഡ് ഫോർ ദാറ്റ് കോസ്. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. അതിനുവേണ്ടി ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയാണോ അതിന് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ഒരിക്കൽ പോലും ആ അവസ്ഥയിൽ നിന്ന്, ജോലിയിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യമല്ല. നമ്മൾ എസ്കേൽ 34 അധ്യായം വായിച്ചതായ സമയത്ത് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ വേലയിൽ നിന്ന് ദൈവം അവരെ മാറ്റിക്കളയുമെന്നാണ് ചിലരെ കുറിച്ച് അവിടെ പറയുവാൻ സാധ്യമായി തീർന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കുന്ന ഭാഗം എന്താണ് ഓഫീസ് ഓഫ് എ പാസ്റ്റർ. നോട്ട് ചെയ്താട്ട്. എന്തായിരിക്കണം ഓഫീസ് ഓഫ് എ പാസ്റ്റർ, അല്ലെങ്കിൽ ഒരു ഷെപ്പേർഡ്, അല്ലെങ്കിൽ ഓവർസിയർ, അല്ലെങ്കിൽ ഒരു ബിഷപ്പ്, അല്ലെങ്കിൽ ഒരു എൽഡർ? എന്തായിരിക്കും അവരുടെ ഓഫീസ്? പ്രധാനമായിട്ട് എന്താണ് ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അതിൻ്റെ 20 അധ്യായത്തിൻ്റെ 28 വീണ്ടും ഒരിക്കൽ കൂടെ, ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 28. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ജോലിയാണോ ടു കീപ് ദം സേഫ്, കീപ് ദ ഫ്ലോക്ക് സേഫ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ജോലി. ആടുകളെ സൂക്ഷിക്കുക. അതിനുവേണ്ടിയാണോ അവരെ തെരഞ്ഞെടുത്തത്? നിങ്ങൾ മനസ്സിലാക്കണം. ആ ഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ 28 വാക്യം ഒന്ന് വായിച്ചാട്ടോ. അധ്യക്ഷരാക്കി വെച്ചു. ദൈവം നിങ്ങളെ ഓവർസിയറാക്കി വെച്ചു. അവരെ നോക്കുവാനായിട്ട് ദൈവം നിങ്ങളെ ആക്കി വെച്ചു. അതാണ് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ നമ്മൾ ആ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പ്രധാനമായിട്ട് ഒരു ഇടയന് അല്ലെങ്കിൽ ഒരു ഓവർസിയർക്ക് ഉണ്ടാകേണ്ട ചില ക്വാളിറ്റീസ്. ദ ഫസ്റ്റ് ക്വാളിറ്റി, ഒന്നാമത്തെ ക്വാളിറ്റി, ഹി ഈസ് ദ മാൻ ഹു ബേഴ്സ് God's people on his heart. He is the man who bears God's people on his heart. ദൈവ മക്കളെ തൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഇടയൻ. തൻ്റെ കരങ്ങളിൽ വെച്ച് കൊടുത്തിരിക്കുന്ന ആടുകളെ തൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ സ്വഭാവത്തെ നമുക്ക് കാണാം. വായിച്ചോട്ട്
പുറപ്പാട് പുസ്തകം 28 അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. എക്സോഡസ് ചാപ്റ്റർ 28 വേഴ്സ് നമ്പർ 9 to 12. 2 ഗോമേദ കല്ലുകൾ എടുക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചതാണ്. 2 ഗോമേദ കല്ലുകൾ എഫോദിൽ വെക്കണം. അത് ഒരു കല്ലിൽ ഇസ്രയേലിന്റെ 6 ഗോത്രങ്ങളുടെ പേര്, മറ്റേ കല്ലിൽ ഇസ്രയേലിന്റെ അടുത്ത 6 ഗോത്രങ്ങളുടെ പേര്, 12 പേരുകൾ അഹരോന്റെ തോളിലിരിക്കണം. ഇത് ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ സമയത്തും ഈ ഗോമേദ കല്ലുകൾ തൻ്റെ തോളിൽ ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഹോൾ ഇസ്രായേലൈറ്റ്സിനെ തൻ്റെ ചുമലിൽ വഹിച്ചുകൊണ്ടാണ് അഹരോൻ ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഇടേണ്ട ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ആടുകളെ ചുമലിൽ വഹിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ മറ്റൊരു വേർഷനാണ് ഞാൻ പറഞ്ഞത്, അവരെ ഹൃദയത്തിൽ സ്മരിക്കുക എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയങ്ങൾ? ഇവിടെ നമ്മൾ കാണുന്നതായിരിക്കും. ഇവിടെ നമ്മൾ കാണുന്ന ഭാഗം എന്ന് പറയുന്നത്, ഒരു ഇടയന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആടുകളെ ചുമലിൽ വഹിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, ആ വേർഡ് ശ്രദ്ധിച്ചാട്ടെ നിങ്ങൾ. ആടുകളെ ചുമലിൽ വഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇടയന് ആടുകള് അവർക്കൊരു ഭാരമുണ്ട്. അപ്പോൾ അവരുടെ ഭാരം ചുമക്കുന്നവനാണ് ഇടയൻ. വേറെ രീതിയിൽ അരുമനാഥനാകുന്ന യേശു ഇപ്രകാരം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 11 വാക്യം വേഴ്സ് 11 and 13. ഞാൻ നല്ല ഇടയനാകുന്നു. ശ്രദ്ധിക്കുക നിങ്ങളെ വേർഡ്. നല്ല ഇടയന്റെ ഒരു പ്രത്യേകത അതാണ്, ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ ആടുകളെ തൻ്റെ ചുമലിൽ വഹിക്കുന്നു. അപ്പോൾ ഇടയന്റെ ഒന്നാമത്തെ ക്വാളിറ്റി ചില ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചതായ സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇടയനിൽ കൂടെ വെളിപ്പെടുന്നതായിരിക്കും 2 സ്വഭാവങ്ങളുണ്ട്. ഒന്ന്, ആടുകളെ സ്നേഹിക്കുന്നവരായിരിക്കണം. 2, ആടുകളുമേൽ അധികാരം നടത്തുന്ന റെസ്പോൺസിബിലിറ്റി ഉള്ളവരായിരിക്കണം, അതോറിറ്റി ഉള്ളവരായിരിക്കണം. ഇത് 2ഉം വേണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇടയന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഇടയന് കൊടുത്തിരിക്കുന്ന ദൈവം കൊടുത്തൊരു ചുമതലയാണ് ആടുകളെ തൻ്റെ ചുമലിൽ വഹിക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആടുകളുടെ ഭാരം എന്താണെന്നുള്ളത് ഇടയൻ മനസ്സിലാക്കാതെ മുൻപോട്ട് പോകേണ്ടവനല്ലേ. ദൈവ സന്നിധാനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഓരോ സമയത്തും ആടുകളുടെ ഭാരമായിട്ട് അഥവാ ആടുകളുടെ വിഷയവുമായിട്ട് ദൈവസന്നിധാനത്തിൽ പ്രസന്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഇടയൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം ആ വേർഡ് ആദ്യം. നിങ്ങൾ ഓരോ ലെവലിലുള്ള ഇടയന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഈവൻ ഇൻക്ലൂഡിങ് സെൽ ലീഡേഴ്സ് തന്നെ നോക്കിയാലും, ദൈവം നിങ്ങളെ ഒരു ഷെപ്പേർഡാക്കി വെച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. നമ്മൾ ചുമലിൽ വഹിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവരുടെ ഭാരങ്ങൾ നമ്മുടെ ഭാരമായി മാറ്റപ്പെടണം. അവരുടെ വേദനകൾ നമ്മുടെ വേദനയായിട്ട് മാറ്റപ്പെടണം. അവരുടെ കണ്ണുനീര് നമ്മുടെ കണ്ണുനീരായി മാറ്റപ്പെടണം. ആട് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഇടയൻ കണ്ണില്ലാത്തവനായി ഇരിക്കുന്നു എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ക്വാളിറ്റി ആ ഇടയന് ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥമായ വിഷയം. അപ്പോൾ ഒരു ഇടയനെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ആടുകളെ തൻ്റെ ഹൃദയത്തിൽ താൻ വഹിക്കുന്നവനായിരിക്കണം. ആടുകൾ തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഏത് സമയത്തും ദൈവസന്നിധാനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഈ ആടുകളെ ദൈവത്തിന് മുൻപാകെ കൊണ്ട് പ്രസന്റ് ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഈ ഇടയനുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം ഞാൻ പറഞ്ഞു വിടുകയാണ്, ആടുകളുടെ ഭാരം ഇടയൻ വഹിക്കുന്നവനായിരിക്കണം. രണ്ടാമത് ഇടയന്റെ പ്രത്യേകത, രണ്ടാമത്തെ ഇടയന്റെ പ്രത്യേകത, ഫീഡ് ദം വിത്ത് ദ ട്രൂത്ത്. സത്യത്തിൽ അവരെ പോഷിപ്പിക്കണം. സത്യത്തിൽ അവരെ പോഷിപ്പിക്കണം. തീത്തോസിന്റെ പുസ്തകം 1 അധ്യായം അതിൽ 9 വാക്യം. തീത്തോസ് ചാപ്റ്റർ 1 വേഴ്സ് 9. ശ്രദ്ധിക്കുക വേർഡ്. ഒരു മൂപ്പനെ കുറിച്ച് പറയുകയാണ്. എന്തു വേണം? പത്യോപദേശത്തില് ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഒരു വാക്യം കൂടെ, 1 തിമോത്തി ചാപ്റ്റർ 5 വേഴ്സ് 17. 1 തിമോത്തിയോസ് 5:17. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ. അപ്പോൾ ആരാണ് നന്നായി ഭരിക്കുന്നവർ? എന്നിട്ട് അവരുടെ ക്വാളിറ്റി പറയുകയാണ്. വായിച്ചോട്ടോ.
പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ എന്ത് ചെയ്യണം? ഇരട്ടി മാനത്തിന് യോഗ്യരായിരണം. അപ്പോൾ എന്താണ് ആവശ്യമായിരിക്കുന്ന? ഒരു ഇടയനിൽ കൂടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ആടുകളെ ഫീഡ് ചെയ്യണം. ആടുകൾക്ക് വേണ്ടതായിരിക്കുന്ന പച്ചപ്പുൽ മേടുകളിലേക്ക് നടത്തണം. ആടിൻ്റെ ആ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി, ആടുകൾക്ക് എന്ത് ആഹാരമാണെന്ന് മനസ്സിലാക്കി, അതിനനുസരണമായിട്ടുള്ളതായിരിക്കുന്ന ആഹാരം കൊടുക്കുവാനായിട്ട് കഴിവുള്ളവനായിരിക്കണം ഒരു ഇടയെന്ന് പറയുന്നത്. ആ ആഹാരം എന്ന് പറയുന്നത് എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും വിടുന്നു എന്നുള്ളതല്ല. ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, സമയാസമയങ്ങൾ ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം കൊടുക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം ഇടയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആടുകൾക്ക് വചനം കൊടുക്കുവാൻ കഴിവുള്ളവൻ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് നന്നായി ഭരിക്കുന്ന മൂപ്പന്മാർ. അപ്പോൾ അവർ നന്നായി ഭരിക്കുന്നവരാ. എങ്ങനെയാ അവർ ഭരിക്കുന്നത്? വചനത്തിലും പിന്നെ ഉപദേശത്തിലും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു ഇടയനുണ്ടാകേണ്ട രണ്ടാമത്തെ ക്വാളിറ്റി. അപ്പോൾ ആടുകളെ നയിക്കണം. ഇടയൻ പച്ചപ്പുൽ മേടുകളിലേക്ക് ആടിനെ നയിക്കുന്നു. അപ്പോൾ നമുക്കുള്ള പച്ചപ്പുൽ മേട് എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച ഒരു ഭൗതിക നന്മയല്ല വിഷയം. ഭൗതിക നന്മ ഇന്ന് വരും, നാളെ നഷ്ടപ്പെടും. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഉള്ളിൽ കടന്നു ചെല്ലുമ്പോൾ ആ വചനമായിരിക്കും പച്ചപ്പുൽ മേടുകളിൽ ജീവിക്കുവാനായിട്ട് അവരെ സഹായിക്കുന്നത്. അപ്പോൾ വളരെ ആവശ്യമായിരിക്കും. ഒന്നുകൂടെ വായിച്ചാട്ട്, ഡ്യൂട്രോണമി ചാപ്റ്റർ 4 വേഴ്സ് 5 and 6. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യം. യെസ്, ശ്രദ്ധിക്കുക. നിങ്ങൾ അവിടെ ജീവിച്ചിരിക്കേണ്ടതിനോ, നിങ്ങൾ അവിടെ അനുഗ്രഹിക്കപ്പെടേണ്ടതിനോ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനോ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ വിഷയമെന്ന് പറയുന്നത് ഒരു ഭൗതിക നന്മയല്ല അവിടുത്തെ വിഷയം. ദ സോഴ്സ് ഓഫ് ബ്ലെസ്സിങ്. എവിടെയാണ് സോഴ്സ് ഓഫ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളോട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് സോഴ്സ് ഓഫ് ബ്ലെസ്സിങ് ഉണ്ടാകും. അതാ വിഷയം. അതാണ് വളരെ പ്രാധാന്യമായിരിക്കുന്നത്. ഒരു വാക്യം കൂടെ, കൊലോസിയൻസ് ചാപ്റ്റർ 2 വേഴ്സ് 8. കൊലോസിയൻസ് 2:8. ഇന്ന് ലോകത്തിൽ കവർന്നു കളയുവാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് തത്വജ്ഞാനം, വെറും വഞ്ചന. ഇതുകൊണ്ട് മനുഷ്യരെ കബളിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഒരു വാക്യം കൂടെ നിങ്ങൾക്കറിയാം. ഇന്ന് സാംസ് 23 വേഴ്സ് 3. എന്ത് ചെയ്യുന്നു ഇടയൻ? എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. അതാണ് അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്. നീതിപാതകളിൽ എന്നെ നയിക്കുന്നു. അതാണ് വേണ്ടത്. അതാണ് ഇടയിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ്, ടു ഫീഡ് ദം ദ ട്രൂത്ത്. സത്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക, സത്യത്തിൽ കൂടെ അവരെ മുൻപോട്ട് നയിക്കുക. മൂന്നാമത്തെ ക്വാളിറ്റി, ഹൂ സീക്സ് ദം വെൻ ദേ ആർ സ്ട്രേ. അവർ തെറ്റിപ്പോകുമ്പോൾ അവരെ അന്വേഷിക്കുക. തെറ്റിപ്പോകുമ്പോൾ അവരെ അന്വേഷിക്കുക. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 4. ലൂക്കോസ് 15:4. ആ 99 മരുഭൂമിയിൽ വിട്ടേച്ച്, അതാണ് ഇടയൻ്റെതായിരിക്കുന്ന ഹാർട്ട്, ദ ഹാർട്ട് ഓഫ് എ ഷെപ്പേർഡ്. എന്താ ഇടയൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത്? 100 ആടുണ്ട്, എന്നാൽ ഒന്ന് കാണാതെ പോയി. ആ കാണാതെ പോയി ഒന്നിനെ കൂടുതൽ കെയർ കൊടുക്കുന്നു, കൂടുതൽ അന്വേഷിക്കുന്നു. അപ്പോൾ അത് എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ബാക്കിയുള്ള 99 വിട്ടേച്ച് കാണാതെ പോയി ഒന്നിൻ്റെ പിന്നാലെ കടന്നു പോകുന്നു. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 25. നമ്മൾ ആ വിഷയം പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾ തെറ്റി
തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. കഴിഞ്ഞ നാളുകൾ അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവർക്കറിയത്തില്ല ആരായിടയൻ, ആരെയാണ് അനുഗമിക്കേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെയാ പോകേണ്ടതെന്ന് അറിയത്തില്ല, എന്തൊക്കെയോ അവർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ അന്ന് അവരാരായിരുന്നു? തെറ്റി ഉഴലുന്ന ആടുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരാരായിരിക്കുന്നു? അവരുടെ അധ്യക്ഷങ്കിലേക്ക്, അവരുടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് അവർ മടങ്ങി വരുവാൻ കാരണമായി തീർന്നു. അപ്പോൾ ഇടയന്റെ മൂന്നാമത്തെ ക്വാളിറ്റിയാണ് കാണാതെ പോയതിനെ അന്വേഷിച്ച് ചെല്ലുക. നാലാമത്തെ ക്വാളിറ്റി, ഡിഫെൻസ് ദം ഫ്രം ഓൾ ദാറ്റ് വുഡ് ഹേർട്ട് their faith. Defense them from all that would hurt their faith. അവരുടെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ ഇടയാകുന്ന സകല വിഷയങ്ങൾ മേല് ഈ ഇടയൻ അതിനെ ഡിഫെൻഡ് എതിർക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഒരാട് മുൻപിൽ കഷ്ടപ്പെടുമ്പോൾ ഇടയൻ കണ്ണുമടച്ചിരിക്കുവാനായിട്ട് സാധ്യമല്ല. അവരുടെ വിശ്വാസ ജീവിതം തകർന്നു പോകുന്നതായിരിക്കുന്ന സ്ഥാനത്ത് മിണ്ടാതിരിക്കുവാനായിട്ട് സാധ്യമല്ല. ലൂക്കോസ്, നമ്മൾ ആ ഭാഗം പഠിക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, ജോൺ ദി ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 12. നല്ല ഇടയൻ, പ്രൈസ് ഗോഡ്, നല്ല ഇടയന്റെ ഒരു പ്രത്യേകതയാണ് ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആടിന്റെ അവസ്ഥ എന്തെന്ന് മനസ്സിലാക്കി. ഒരു വന്യമൃഗമാണ് ആടിനെ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആടിനെ വന്യമൃഗം പിടിച്ചതുകൊണ്ട് ഞാൻ അപകടത്തിലേക്ക് പോകണ്ട, രക്ഷപ്പെട്ട് മാറാമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഇടയനെ അല്ല സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടത്. ആടുകളുടെ വിശ്വാസ ജീവിതം തകരുന്നതായ സ്ഥാനത്ത് വിശ്വാസത്തിൽ തകരപ്പെടുവാൻ ചാൻസ് ഉള്ളപ്പോൾ അവർക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്ന, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നതാണോ ഒരു ഇടയൻ്റെതായിരിക്കുന്ന അടുത്ത ജോലി. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ട്, പ്രോവർബ്സ് ചാപ്റ്റർ 27 വേഴ്സ് 23. അതിനു മുൻപായിട്ട് ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നിങ്ങൾക്കറിയാം, അരുമനാഥനാകുന്ന യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ 70 പേരെ അയച്ച സമയത്ത് ആ 70 പേരെ മടങ്ങി വന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് തൊട്ട് മുൻപ് ഗത്സമനെ തോട്ടത്തിൽ വെച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചു, നിങ്ങൾ എല്ലാവരും എന്നെ വിട്ട് ചിതറിപ്പോകുവാൻ പോകുകയാണ്. ആ സമയത്ത് പത്രോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആരെല്ലാം നിന്നെ വിട്ടുപോയാലും ഞാനോ നിന്നെ വിട്ടുമാകത്തില്ല. അരുമനാഥനാകുന്ന യേശു അവിടെ ഒരു മിസ്റ്ററി വെളിപ്പെടുത്തി. അവർക്കറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നുവെന്നുള്ളത്. യേശു ആ സമയത്ത് പറഞ്ഞില്ലായെങ്കിൽ ഇവർ ഒന്നും അറിയത്തില്ലായിരുന്നു. യേശു പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു, ശിമോനെ, ശിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിനോ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഈ സംഭവം എന്താണെന്നുള്ളത് പത്രോസിന് അറിയത്തേയില്ല. ഒരു സാധാരണപ്പെട്ട മനുഷ്യനെ പോലെ പത്രോസും നടക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നടന്നൊരു വിഷയമാണ്. അരുമനാഥനാകുന്ന യേശു നല്ല ഇടയൻ മനസ്സിലാക്കി ഈ പത്രോസിന്റെ വിശ്വാസ ജീവിതം തകർന്നു പോകുവാനുള്ള ചാൻസ് ഇപ്പോൾ കടന്നു വരുവാൻ പോകുകയാണ്. അവന്റെ മുൻപിൽ കടന്നു വരുന്ന പരീക്ഷ, അവന്റെ മുൻപിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, അവന്റെ മുൻപിൽ കടന്നു വരുവാനുള്ള പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൽ പോലെ നിലനിർത്താതെ വിശ്വാസം വിട്ട് മാറിപ്പോകുവാൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയവനാകുന്ന യേശു എന്ത് ചെയ്തു? പിതാവിനോട് യാചിക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇതാണ് ഡിഫെൻഡ് their faith. അവരുടെ വിശ്വാസത്തിന് വേണ്ടി എതിർക്കുക, അവരുടെ വിശ്വാസത്തെ നിലനിർത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇടയനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് ആടുകൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്ന സ്ഥാനത്ത് മാറ്റപ്പെടുന്നതായിരിക്കുന്ന പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു ഇടയന്റെ റെസ്പോൺസിബിലിറ്റിയാണ് തൻ്റെ കരങ്ങൾ ഒന്ന് കൊടുത്തുകൊണ്ട് അവരുടെ വിശ്വാസത്തെ നിലനിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ ചുമതല. ഒരുപക്ഷെങ്കിൽ വ്യക്തിപരമായിട്ട് കാണുന്ന കാര്യമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകരുത് എന്ന് നിലവിളിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രത്യേകത ഇടയന് ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നാലാമത്തെ സ്വഭാവമാണ് ഡിഫെൻഡ് their faith.
അവരുടെ വിശ്വാസത്തിൽ വീണു പോകാതെ അവരെ നിലനിർത്തത്തക്കവണ്ണം പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? അതിന് ഇടയനും ആടുകളുമായിരിക്കുന്ന ബന്ധത്തിൽ ഒരു കാര്യം വളരെ മസ്റ്റാണ്. എന്താണ്? Proverbs chapter 27 verse 23. അതാണ് നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ നീ ജാഗ്രതയുള്ളവനായിരിക്കുക. അപ്പോൾ ആടിന്റെ വിഷയം മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇടയന് ഡിഫെൻഡ് ചെയ്യുവാൻ സാധ്യമല്ല. ആടുകളുടെ വിഷയം മനസ്സിലാക്കുന്നില്ലെങ്കിൽ, ആടുകളുടെ സ്പിരിച്വൽ സ്റ്റാറ്റസ്, ആടുകളുടേതായിരിക്കുന്ന അവരുടെ സിറ്റുവേഷൻസ് എന്തെന്നുള്ളത് ഇടയൻ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഇടയന് ആടുകൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ സാധ്യമല്ല. ഇവിടെ വളരെ ആവശ്യമായിരിക്കുന്ന ഒരു ബന്ധമാണ് ഇടയനും ആടുമായിട്ടുള്ള ബന്ധത്തിൽ, വെരി ക്ലോസ് റിലേഷൻഷിപ്പ്. ഇതാണ് ദൈവത്തിന്റെ തിരുവചനം പറയുന്നത്, നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയുള്ളവനായിരിക്കുക. അപ്പോൾ എന്തിനാ ഈ അറിയുന്നത്? പബ്ലിക്കലി പറഞ്ഞു നടക്കുവാൻ വേണ്ടിയല്ല, പിന്നെയോ അവരുടെ വിശ്വാസ ജീവിതം തകർന്നു പോകാതെ അവരുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ അവരോടുകൂടെ ഇരുന്ന് കൈകോത്ത് പിടിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തിൽ ബലപ്പെടുത്തേണ്ട ഒരു വലിയ ചുമതലയാണ് ദൈവം ഇടയന് കൊടുത്തിരിക്കുന്നത് എന്ന് കാണുന്നത്. പ്രധാനമായിട്ട് നമ്മൾ ഒന്നുകൂടെ നോക്കിയാൽ യെഹെസ്കേൽ 34 അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം, അതിന്റെ പ്രധാനമായിട്ട് 1-ാമത്തെ വാക്യം, ദാറ്റ് ഹോൾ ചാപ്റ്റർ 34-ാം അധ്യായം മുഴുവൻ ദൈവം വെളിപ്പെടുത്തുന്നത് ഇടയന്മാരെ കുറിച്ചാണ്. എ ഷെപ്പേർഡ്, ഒരു ഇടയൻ എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം, എന്താണ് ആ ഇടയനിൽ കൂടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്, ആടുകളുമായിരിക്കുന്ന ബന്ധം, ദൈവമായിരിക്കുന്ന ബന്ധങ്ങൾ. എന്നാൽ അന്നത്തെ ഇസ്രായേലിലെ ഇടയന്മാർ എങ്ങനെ ആയിരിക്കുന്നു, അവരുടെ വീഴ്ചകൾ എന്ത്, ഇതെല്ലാമാണ് 34-ാം അധ്യായം പഠിപ്പിക്കുന്നത്. വേഴ്സ് 1, 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കുക. നിങ്ങൾ നോട്ട് ചെയ്താട്ട് ആ പർട്ടിക്കുലർ ചാപ്റ്റർ അത് വെളിപ്പെടുത്തുന്നത് ഷെപ്പേർഡ്, ഇടയന്മാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ചാപ്റ്റർ വീണ്ടും നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവം നമ്മൾ കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന വിഷയം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇടയന്മാരെ കുറിച്ച് പ്രവചിച്ച് പറയുക. വേഴ്സ് 4, അവിടെയാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് വാക്യം. അപ്പോൾ ഒന്നാമത് വേണ്ടത് ഡിസീസ്ഡ് ഹാവ് യു നോട്ട് സ്ട്രെങ്തൻഡ്, ബലഹീനമായതിനെ ശക്തീകരിച്ചില്ല. നോട്ട് ചെയ്താട്ട് അവരുടെ മുൻപിൽ കടന്നു വന്നതായിരിക്കുന്ന പ്രശ്നങ്ങൾ, ഇസ്രായേലിലെ ഇടയന്മാർക്ക് ഉണ്ടായിരുന്ന വീഴ്ചകൾ, അവരുടെ ജീവിതത്തിൽ കടന്നു വന്നതായിരിക്കുന്ന ബലഹീനതകൾ. അതിൽ ഒന്നാമത്തെ ബലഹീനതയാണ് നമ്മൾ കാണുന്നത്, ബലഹീനമായതിനെ ശക്തീകരിച്ചില്ല. ഡിസീസ് ഹാവ് യു നോട്ട് സ്ട്രെങ്തൻഡ്. ബലഹീനമായിരുന്നു, വീക്കായിരുന്നു, അവർ ബലഹീനമായിരുന്നു. എന്നാൽ എന്ത് ചെയ്തില്ല? ബലഹീനമായതിനെ അടിച്ചുടയ്ക്കുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, പിന്നെയോ അതിനെ ശക്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മൾ കൂടെ ഒരു ഷെപ്പേർഡിംഗ് വർക്ക് നടക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു വ്യക്തിയെയും ഇടിച്ചു താക്കുവാൻ ഇടയാകരുത്. പകരം ബിൽഡ് ചെയ്യുന്ന ഒരു മനോഭാവമായിരിക്കണം എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അരുമ പിതാവാകുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവനാണ്, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തവനാണ്. കൊച്ചു പുക മാത്രമേ ഉള്ളൂ. പക്ഷേ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് ആ കൊച്ചു പുകയിൽ നിന്ന് ഒരു വലിയ തീയ് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നു. ഇത് ഒടിഞ്ഞു പോയതാ, പക്ഷെങ്കിൽ അത് വളഞ്ഞു കിടക്കുക, അത് ഒടിയാനായിട്ട് ഒത്തിരി ചാൻസ് ഉണ്ട്. എന്നാൽ ദൈവം എന്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല? ഒടിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ശ്രദ്ധിക്കണം ദൈവമക്കൾ, ഈ വേർഡ് ഞാനും നിങ്ങളും മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മൾ കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചെയ്ത തെറ്റുകളായിരിക്കാം, തെറ്റിനെ ഓർത്തുകൊണ്ട് കണ്ടം ചെയ്ത് നശിപ്പിച്ച് കളയുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരെ ഒന്ന് സഹോദര തെറ്റു വന്നുപോയി, എന്നാൽ ദൈവത്തോട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്ക്, ദൈവം വീണ്ടും കരുണ കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ബലപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതാണ് സ്വർഗത്തിലെ ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത്, ഇടയിൽ കൂടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്. എന്താ? ബലഹീനമായതിനെ ശക്തീകരിച്ചില്ല. രണ്ടാമത്തെ പോർഷൻ വായിച്ചോട്ട്. ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ
You healed which are sick. ദീനം പിടിച്ചതിനെ ചികിത്സിക്കണം. പോസിറ്റീവായിട്ട് നമ്മൾ കൊണ്ടുവരിക. ഒരിടയന്റെ ആവശ്യകത, ഒരിടയന്റെ ജോലി. ബലഹീനമായതിനെ ശക്തീകരിക്കണം. Strengthen the weak. രണ്ടാമത് heal the sick. രോഗികളെ സൗഖ്യമാക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് ഭൗതിക രോഗമല്ല ഇവിടുത്തെ വിഷയം. അവരുടേതായിരിക്കുന്ന സ്പിരിച്വൽ സെൻസ്, ആത്മീയ വിധത്തിൽ അവർ ബലഹീനമായി കിടക്കുക, എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുക. അവർക്ക് നമുക്ക് ചെയ്യേണ്ടതായിരിക്കും ഒരു കാര്യമാണോ അവരെ സൗഖ്യമാക്കേണ്ട ഒരു ചുമതലയുണ്ട്. 3, നെക്സ്റ്റ് വേർഡ്. Praise God. Bound up that which was broken. ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുക. സംഭവം ഒടിഞ്ഞു പോയി, പക്ഷെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിലെ മുറിവ് കെട്ടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. അതിലെ മുറിവ് കെട്ടുക. ഒടിഞ്ഞത് അങ്ങനെ വിട്ടുകളയുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെ ഒന്ന് മുറിവ് കെട്ടി അതിനെ ഒന്ന് ശരിയാക്കുവാനാണ് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വേർഡ്. ചിതറിപ്പോയതിനെ സോട്ട് that which was lost. ചിതറിപ്പോയി, നഷ്ടപ്പെട്ടു, സ്കാറ്റേർഡ്. പക്ഷെ എന്താ ചെയ്യേണ്ടത്? സ്കാറ്റേർഡ് ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകളയല്ല, അതിനെ തിരഞ്ഞെടുക്കുക, അതിനെ കണ്ടുപിടിക്കുക. അതിനെ കണ്ടുപിടിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇടയിൽ കൂടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം. നെക്സ്റ്റ്. ഇവർ എന്ത് ചെയ്തു? ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചെയ്തില്ലെന്ന് മാത്രമല്ല, വിത്ത് ഫോഴ്സ് ആൻഡ് ക്രുവൽറ്റി they ruled them. കഠിനതയോടും ക്രൂരതയോടും കൂടെ അവർ ഭരിക്കുക ചെയ്ത്. ലിറ്ററലി they were ruling over them. ദൈവം അവരെ ആക്കി വച്ചിരിക്കുന്നത് ഭരിക്കുവാനാണ്. പക്ഷേ ആ ഭരണം എന്ന് പറയുന്നത് ഒരു അയൺ റൂളിംഗ് അല്ല. പിന്നെയോ മാതൃകയാണ്. എക്സാമ്പിൾ, ബി ആൻഡ് എക്സാമ്പിൾ. അതാണ് തിരുവചനത്തിലെ ഇടയന്റെ പ്രത്യേകത. ബി ആൻ എക്സാമ്പിൾ. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മളൊരു കാര്യം ചെയ്യാതെ ആടുകളോട് ഇന്നത് ചെയ്യാൻ പറയാനേ പറ്റത്തില്ല. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ആ ഇടയൻ ആടുകൾക്ക് മാതൃകയായിരിക്കണം. ഇടയൻ ആടുകൾക്ക് മാതൃകയല്ല എങ്കിൽ ഒരിക്കൽ പോലും ആട് ആ ലെവലിലേക്ക് ഉയരുവാനായിട്ട് സാധ്യമല്ല. അപ്പോൾ വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ് ഇടയൻ മാതൃകയുള്ളവനായിരിക്കണം. ഓൾ ദ ലീഡേഴ്സ് ശ്രദ്ധിക്കുക. നിങ്ങളെ ഒരു പക്ഷെങ്കിൽ ഒരു സെല്ലിന്റെ ലീഡറായിട്ടായിരിക്കും ആക്കിയിരിക്കുന്നത്. ബട്ട് ഗോഡ് എക്സ്പെക്ട്സ്, നമ്മുടെ കീഴിൽ തന്നിരിക്കുന്ന ആടുകൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു മാതൃകയുള്ളവരായിരിക്കണം. ഞാൻ ഒരു മാതൃകയാകാതെ മറ്റുള്ളവരെ മാതൃകയിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യമല്ല. നമ്മുടെ കരങ്ങൾ തന്നിരിക്കുന്ന ആടുകളുമായിട്ട് ചിരിച്ച് കളിച്ച് മാതൃകയില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ തന്നിരിക്കുന്ന ഒരാളെ പോലും ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുവരുവാൻ സാധ്യമല്ല. ശ്രദ്ധിക്കണം ആ വേർഡ്. നിങ്ങൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആടുകളുടെ മുമ്പിൽ നമ്മൾ മാതൃകയുള്ളവരായിരിക്കണം. എന്താണ് നമ്മളൊരാടിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അത് നമ്മുടെ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരുന്നവരായിരിക്കണം. ആടുകൾ ഒരാത്മാവിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ഒരാത്മാവിനെ കൊണ്ടുവരാൻ താല്പര്യമുള്ളവരായിരിക്കണം. ഞാനും നിങ്ങളും ചെയ്ത് കാണുന്നത് മാത്രമേ ആടുകൾക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. കസേരയുടെ മുകളിൽ ഇരുന്നിട്ട് ഇന്നത് ചെയ്യുക എന്ന് പറയുന്നത് ലോകത്തിന്റെ ഭരണമാണോ ദൈവത്തിന്റെ ഭരണമെന്ന് പറയുന്നത്? അതല്ല. ബി ആൻ എക്സാമ്പിൾ എന്നുള്ളതാ. എന്താ ഇവരുടെ ജീവിതത്തിലെ പ്രത്യേകത? കഠിനതയോടും ക്രൂരതയോടും കൂടെ ഇവര് ഭരിക്കുകയാണ്. എന്താ, എങ്ങനെയാ ഇവർ ഭരിക്കുന്നത്? നിങ്ങൾ താഴോട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം. വേഴ്സ് 8, 8ാമത്തെ വാക്യം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വാസ്തവത്തിൽ ഒരു ഇടയനില്ലാഞ്ഞിട്ടല്ല, ദൈവഹിതപ്രകാരമുള്ള ഇടയനില്ലാഞ്ഞത് കൊണ്ട് ആടുകൾ ചിതറപ്പെടുവാൻ കാരണമായി തീർന്നു. ആടുകൾ ചിതറിപ്പോയി താഴോട്ട്. നെക്സ്റ്റ് വേർഡ്. എന്റെ ഇടയന്മാർ എന്റെ ആടുകളെ അന്വേഷിക്കാതെ, ശ്രദ്ധിക്കുക,
അവർ ആടുകളെ മേയ്ക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ അവർ സ്വയമായിട്ട് മേയിച്ചുകൊണ്ടിരിക്കുക. They earn for themselves. ദൈവം എക്സ്പെക്ട് ചെയ്ത് അതല്ല. ആടുകളെ മേയ്ക്കുവാനാണ് ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ആടുകളെ മേയ്ക്കുന്നതിന് പകരമായിട്ട് സ്വയമായി മേയ്ക്കുക എന്ന് പറഞ്ഞാൽ സ്വയമായിട്ട് നേടിയെടുക്കുക. താഴോട്ട് നിങ്ങൾ വായിച്ചോ, മനസ്സിലാക്കുക. അതേ വാക്യം. നിങ്ങൾ താഴോട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഭാഗങ്ങൾ വായിച്ചോളൂ. അവിടെ നമ്മൾ കാണുന്നത് വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ഒരു ഇടയൻ, ആ ഇടയൻ്റെതായിരിക്കുന്ന ക്വാളിറ്റി വെളിപ്പെടുത്തുവാൻ സാധിക്കാതെ അതിന് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് സംഭവിച്ചു? ആടുകൾ ചിതറപ്പെടുവാൻ കാരണമായി തീർന്നു. അതുകൊണ്ട് ദൈവം പറയുന്നു, ഞാൻ ആടുകളെ, ഇടയനെ ആ വേലയിൽ നിന്ന് മാറ്റിക്കളയും. എന്നിട്ടൊരു പ്രവൃത്തിയുണ്ട് അവിടെ. ഞാനൊരു ഇടയനെ കണ്ടിട്ടുണ്ട്. ആ ഇടയൻ മറ്റാരുമല്ല, ദാസനായ ദാവീദിനെ തന്നെ. കാരണമുണ്ട്, ഒരു 10 കൊച്ചു ആടിനെ അപ്പൻ കൊടുത്തപ്പോൾ ആടിനെ നശിപ്പിക്കുവാൻ കടന്നു വന്ന സിംഹത്തെയും കരടിയെയും തൻ്റെ ജീവൻ കൂടെ മറുത്ത് ഈ രക്ഷിക്കുവാൻ കാരണമായി തീർന്ന ദാവീദിനെ കുറിച്ച് സ്വർഗത്തിലെ ദൈവത്തിനറിയാം, ദാവീദിന്റെ കയ്യിൽ എന്തു കൊടുത്താലും അത് ഭദ്രമായി സൂക്ഷിക്കുമെന്നുള്ളത്. കാരണം ദാവീദിന്റെ ആറ്റിറ്റ്യൂഡ് അതാ. എ ഷെപ്പേർഡ് ഹാർട്ട് ദാവീദിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണോ അതിൻ്റെ പ്രത്യേകത. ഞാൻ എൻ്റെ മറുവിഷയത്തിലേക്ക് ഞാൻ ഇന്ന് കടന്നു വരികയാണ്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മൾ കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എബ്രായലേഖനം 13:17, നമ്മൾ ആ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നിക്കട്ടെ. ഹീബ്രൂസ് 13:17, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി ടുവേർഡ്സ് എ മിനിസ്റ്റർ, ദ ഡ്യൂട്ടി ഓഫ് എ ക്രിസ്ത്യൻ ടുവേർഡ്സ് എ മിനിസ്റ്റർ, അല്ലെങ്കിൽ ടുവേർഡ്സ് എൻ എൽഡർ, അല്ലെങ്കിൽ ടുവേർഡ്സ് എ പാസ്റ്റർ, അല്ലെങ്കിൽ ടുവേർഡ്സ് എൻ ഓവർസിയർ. 2 ജോലികളാണ് ആടുകൾക്കുള്ളത്. 2 things. അവിടെ പറയുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി. ദ ഫസ്റ്റ് വൺ, obey them, അവരെ അനുസരിക്കുക. obey them. Second one, submit to them, അവർക്ക് കീഴടങ്ങിയിരിക്കുക. രണ്ട് കാര്യങ്ങളാണ് ഒരു ആടിനെ കുറിച്ച് ഇടയനുമായിരിക്കുന്ന ബന്ധത്തിൽ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ആടുകൾ ഇടയനെ ഒബേ ചെയ്യുക, അനുസരിക്കുക. 2, ആട് ഇടയന് കീഴടങ്ങിയിരിക്കുക. ഞാൻ ആദ്യം പറയുണ്ടായി, ഈ ഇടയൻ എന്ന് പറയുന്നത് ഒരു ഓഫീസാണ്, ഒരു ഔദ്യോഗികമായിരിക്കുന്ന ഒരു പൊസിഷനാണ്. ഇറ്റ്സ് എ പൊസിഷൻ. അതാണ് ഞാൻ ഓഫീസ് എന്ന് പറഞ്ഞത്. അതൊരു സ്ഥാനമാണ്, അതൊരു പദവിയാണ്. ആ പദവിയിലേക്ക് ദൈവം കൊണ്ട് നിർത്തിയിരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു ഇടയൻ്റെ കയ്യിൽ കുറച്ച് ആടുകളെ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ പറഞ്ഞ വേർഡിൽ കൂടെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. ദൈവം കുറച്ച് ആടുകളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഗാഡ്. ദൈവമാണ് ആടിനെ കൊണ്ട് ഇടയൻ്റെ കയ്യിൽ കൊടുത്തത്. വാക്യം വായിച്ചോട്ട്. ഫസ്റ്റ് ആക്ട്സ് ചാപ്റ്റർ 20 വേഴ്സ് 28, അപ്പോസ്തലപ്രവൃത്തി 20:28. ദൈവത്തിന്റെ സഭയെ മേയ്പാൻ. എന്താ അവിടെ പറയുന്നത്? ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു. ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ഓവർസിയർ ആക്കിയത്. എന്തിനാ ഓവർസിയർ ആക്കിയത്? അവരെ നയിക്കുവാൻ. അപ്പോൾ എന്ത് സംഭവിച്ചു? അവരെ ദൈവം നിങ്ങളുടെ കരങ്ങൾ തരുവാൻ കാരണമായി തീർന്നു. അപ്പോൾ ഒരു ഇടയന്റെ കയ്യിൽ ആടുകളെ ദൈവം കൊടുത്തു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വിഷയം. അപ്പോൾ ഈ ആട് മനസ്സിലാക്കേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ദൈവം ആണ് എന്നെ കൊണ്ട് ഇടയന്റെ അടുക്കലാക്കിയിരിക്കുന്നത്. ഇടയന്റെ കരങ്ങളിൽ എന്നെ ദൈവമാണ് കൊണ്ടാക്കിയിരിക്കുന്നത്. വേദപുസ്തകത്തിൽ അതിന് വലിയ തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്.
റോമക്കലേഖനം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 1 and 2. അവിടെ പറയുന്നു, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു, ഏത് മനുഷ്യനും എന്തിനു കീഴ്പ്പെട്ടിരിക്കട്ടെ? അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെടുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ മുകളിൽ ആരെയെല്ലാം ആയിട്ടുണ്ട്, അവരെല്ലാം ആരൊക്കെയോ കൊണ്ടുവന്നതുകൊണ്ട് നമുക്കെന്തോ തെറ്റ് പറ്റിപ്പോയത് കൊണ്ട് സംഭവിച്ചതല്ല. പിന്നെയോ ദൈവത്തിന്റെ മുൻനിശ്ചയപ്രകാരം, ദൈവത്തിന്റെ മുൻനിർണയപ്രകാരം ദൈവം കൊണ്ട് ആക്കി വച്ചിരിക്കുന്നതാണ് അവിടെ. ഈ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കാതെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. എന്താ ഇവിടുത്തെ വിഷയം? ദൈവം നിങ്ങളുടെ കരങ്ങൾ തന്നിരിക്കുന്നു. ഒരു വാക്യം കൂടെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം. നമ്മൾ ആ ഭാഗം വീണ്ടും നമ്മൾ ചിന്തിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം, 28-29 വാക്യം വായിച്ചാട്ട്. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ് സകല വലിയവൻ, ആർക്കും കഴിയയില്ല. നെക്സ്റ്റ് വേർഡ്. 28-29. യെസ്, 29 വായിച്ചാട്ട്. അവയെ തന്നിരിക്കുന്ന അവയെ തന്നിരിക്കുന്ന, അണ്ടർലൈൻ ദാറ്റ് പോർഷൻ. അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവ്, God gave to my hand. ദൈവമാണ് അവയെ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ദൈവമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വന്നിരിക്കുന്നു എന്ന് ഉള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം ആയിരിക്കുന്നത് ഗോഡ് അപ്പോയിന്റഡ് പ്ലേസിലാണ്. ദൈവം നമ്മളെ എവിടെ ആയിരിക്കാൻ ആഗ്രഹിച്ചുവോ അവിടെയാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഈ സ്ഥാനത്ത് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടതുണ്ട്? അവിടെ നമ്മൾ കണ്ടത് 2 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന്, ആടുകൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് അനുസരിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആടുകൾ എന്ത് ചെയ്തതായിട്ടുണ്ട്? കീഴ്പ്പെട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 വേടുകളും ഒരടിമത്വം എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഇടയൻ ദൈവവചന വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയുന്നുവെങ്കിൽ ഒരിക്കൽ പോലും ആ ഇടയനെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണം, അപ്പോസ്തലനായ പൗലോസ് അന്നത്തെ അപ്പോസ്തോലിക സഭയ്ക്ക് കീഴ്പ്പെട്ടവനായിരുന്നു. സഭയിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് യെരൂശലേമിൽ കടന്നുപോയി അപ്പോസ്തലന്മാരുടെ അടുക്കൽ പോയി തീരുമാനമെടുത്തുകൊണ്ട് മടങ്ങി വന്നു. എന്നാൽ ഒരു പർട്ടിക്കുലർ സമയത്ത് പത്രോസിന്റെ ഭാഗത്തു നിന്ന്, അന്നത്തെ സഭയുടെ തലവൻ പത്രോസിന്റെ ഭാഗത്തു നിന്ന് ചില തെറ്റുകൾ കണ്ടപ്പോൾ പൗലോസ് അപ്പോസ്തലൻ മിണ്ടാതിരുന്നില്ല. പത്രോസുമായിട്ട് ഉഗ്രവാദമുണ്ടായി എന്ന ദൈവത്തിന്റെ വചന വ്യവസ്ഥ. അപ്പോൾ ദൈവവചന വ്യവസ്ഥ വിട്ട് ഒരു ഇടയൻ പോകുന്നുവെങ്കിൽ 100% ചോദിക്കുവാനുള്ള അവകാശം ആടുകൾക്കുണ്ട്. ഒരു ഇടയൻ ദൈവവചന വിട്ടുപോകുന്നു, അതിൻ്റെ അർത്ഥം ഇടയന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതല്ല. ഇടയന് കീഴ്പ്പെട്ടിരിക്കേണ്ടത് ദൈവവചന വ്യവസ്ഥയിൽ മാത്രമായിരിക്കണം. ദൈവവചനത്തിൽ ഇല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരുന്നുവെങ്കിൽ അതിന് കീഴ്പ്പെട്ടിരിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഭാര്യമാരെ നിങ്ങൾ കർത്താവിൽ നിമിത്തം ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എങ്ങനെയാ വേർഡ് പറയുന്നത്? കർത്താവിൻ നിമിത്തം. അപ്പോൾ ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുവെങ്കിൽ she has to obey her husband. പക്ഷെങ്കിൽ വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങളാകുന്നുവെങ്കിൽ ശദ്രക് മേശക് അബേദ്രോ ചെയ്തതുപോലെ, ദാനിയേൽ ചെയ്തതുപോലെ, അവർ തങ്ങളുടെ മുകളിൽ വെച്ചിരിക്കുന്ന അധികാരങ്ങൾ ചക്രവർത്തിയായിരുന്നാലും ആ അധികാരം ഒരു ബിംബത്തെ ആരാധിക്കുവാനായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പറയുവാൻ സാധിക്കും, രാജാവേ, ഞങ്ങളൊരു ദൈവത്തെ സേവിക്കുന്നുണ്ട്, ആ ദൈവം ആരെന്നറിയാം, അതുകൊണ്ട് ആ ദൈവത്തിന് വിരുദ്ധമായി രാജാവേ നിത്യ ബിംബത്തെ ഞാൻ നമസ്കരിക്കില്ല. ദാറ്റ് വി ഹാവ് അതോറിറ്റി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഇടയൻ
ദൈവവചന വ്യവസ്ഥയിൽ നമ്മെ നയിക്കുന്നുവെങ്കിൽ, ദൈവവചനത്തിൽ കൂടിയാണ് നമ്മെ നയിക്കുന്നുവെങ്കിൽ, നാം കീഴ്പ്പെട്ടിരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ദൈവം എന്നെ ഒരു രീതിയിൽ ഈ സ്ഥലത്ത് നിർത്തുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണവും അതിനകത്ത് തന്നെയുണ്ട്. ഒത്തിരി പ്രതികൂലങ്ങൾ, പരീക്ഷകൾ എൻ്റെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്, അസംഖ്യമായിട്ട്. ഓരോ സ്റ്റെപ്പുകളിൽ വീണ് പോകേണ്ടതായിരിക്കുന്ന അനേകം ചാൻസുകൾ എൻ്റെ മുമ്പിൽ കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ എന്തോ എന്നെ ദൈവം തന്നതായിരിക്കുന്ന ഒരു വലിയ ഒരു അനുഗ്രഹമായിരുന്നു. എന്നെ നയിച്ചുകൊണ്ടിരുന്ന് വന്ന ദൈവദാസന് ഞാൻ പൂർണ്ണമായി കീഴ്പ്പെട്ടിരുന്നു. ഒരു പർട്ടിക്കുലർ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാള് അദ്ദേഹവുമായിട്ട് ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ചുവെങ്കിൽ ഒരൊറ്റ പ്രാവശ്യമാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വളരെ റൂഡായിട്ട് സംസാരിക്കുവാനിടയായത്. അത് വളരെ റഫായിട്ട് എന്നോട് സംസാരിക്കേണ്ട ഗോഡ് ഹേറ്റ്സ് യു എന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ സകലവിധമായിരിക്കുന്ന ആഗ്രഹത്തോടുകൂടെ ദൈവത്തെ സ്നേഹിച്ച് ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്നെ നയിച്ചുകൊണ്ടിരുന്നൊരു ദൈവദാസൻ പറഞ്ഞ് ഗോഡ് ഹേറ്റ്സ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അത് അക്സെപ്റ്റബിൾ ആക്കുവാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല. അവിടുന്ന് ഞാൻ ഇറങ്ങി വന്നത് എൻ്റെ ഹൃദയം തകർന്ന എന്നെ ഈ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ അറിയാവുന്ന 1-2 പേര് എന്നോട് പറഞ്ഞു, ഇന്നതുകൊണ്ടാണ് ഇദ്ദേഹം ഇന്നതുപോലെ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, എന്തോ എനിക്കറിയത്തില്ല, ഇതിനകത്ത് എന്തോ ഒരു വിഷയമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് രാത്രി ഞാൻ ദൈവസന്നിധി മുട്ടുകൾ മടക്കി ഞാൻ ദൈവത്തോടൊരു കാര്യം ചോദിച്ചു, കർത്താവേ, സകലതും വിട്ട് സകലതും വേണ്ടെന്ന് വെച്ച് ഈ ലോകം ചപ്പന്ന് ചവർന്ന് എണ്ണിക്കൊണ്ട് ഞാൻ നിന്റെ പിന്നാലെ ഇറങ്ങി വന്നു. എനിക്കറിയണം, നീ എന്നോട് പിണങ്ങിയാന്നോ, അല്ലെങ്കിൽ നീ എന്നെ ദ്വേഷിക്കുന്നോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അന്ന് വളരെ ദീർഘസമയം ഞാൻ കരഞ്ഞത് എനിക്കറിയാം. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശാന്തമായിട്ട് എന്നോട് കാര്യം പറഞ്ഞു, കുഞ്ഞേ, ദിസ് ഈസ് വേർ യു മെയ്ഡ് എ മിസ്റ്റേക്ക്. നീ ഇന്നത് ചെയ്തത് ഇന്ന ഭാഗത്താണ് നീ തെറ്റ് ചെയ്തത്. ഞാൻ നോക്കുകയായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ വാക്കുകൾ കേട്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെങ്കിൽ എൻ്റെ വീഴ്ച ഓൾറെഡി നടന്നു പോയേനെ. ബട്ട് അന്നും സംഭവിച്ചതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തെ അനുസരിക്കുവാനുള്ള എൻ്റെ ഒരു മനസ്സ് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അത് സത്യത്തിലേക്ക് നയിക്കുവാനായിട്ടിടയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ചില സമയത്ത് നമുക്ക് മനസ്സിലാക്കത്തില്ല ഈ പറഞ്ഞു തരുന്നത് സത്യമാണോ അല്ലയോ എന്നുള്ളത്. ഒരു പക്ഷെങ്കിൽ അവരുടേതായിരിക്കുന്ന ജീവിതത്തിൻ്റെ പരിചയത്തിൽ നിന്ന്, അവരുടെ അനുഭവത്തിൽ നിന്നായിരിക്കും പറഞ്ഞു തരുന്നത്. അത് അനുസരിക്കാതിരിക്കുക, ഇറ്റ് ഈസ് അപ് ടു യു. നിങ്ങളുടെ ചുമതലയാണോ അത് അത് അനുസരിക്കാതിരിക്കുകയോ. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അത് ശരിയാണെങ്കിൽ ഒരു മനുഷ്യന്റെ വാക്ക് കേട്ടത് ഏറ്റെടുക്കുവാനല്ല, ദൈവത്തിന്റെ സന്നിധാനത്തെ സ്വതന്ത്രമായി വെച്ചുകൊണ്ട് ദൈവത്തിന്റെ പക്കൽ നാലോചന പ്രാപിച്ച ശരിയെങ്കിൽ അത് ഏറ്റെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഒരു ആടിൻ്റെതായിരിക്കുന്ന ഇടയനുമായിരിക്കുന്ന ബന്ധത്തിൽ ആടിന് ഉണ്ടാകേണ്ടതായിരിക്കുന്ന 2 ക്വാളിറ്റിയാണ്. ഒന്ന്, ഇടയനെ എന്ത് ചെയ്യണം? അനുസരിക്കണം. 2, ഇടയന് കീഴ്പ്പെട്ടിരിക്കണം. അടുത്ത ആഴ്ചയിൽ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്നതായിരിക്കും. നമ്മൾ ഈ നമ്മൾ എല്ലാവരും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചാട്ട് ശാന്തമായി നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ട്. ദൈവം നമ്മെ വിവിധ സ്ഥാനത്ത്, വിവിധ രീതികളിൽ നേതൃസ്ഥാനത്ത് ദൈവം നമ്മളെ നിർത്തിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഒന്ന് ചോദിച്ചാട്ട്, നമ്മുടെ കരങ്ങൾ തന്നിരിക്കുന്ന 5 ആടോ 10 ആടോ 25 ആടോ 30 ആടോ ഈ ആടുകളെ ദൈവം നമ്മുടെ കരങ്ങൾ തന്നിരിക്കുമ്പോൾ എത്രമാത്രം ഭംഗിയായിട്ട് അവരെ നയിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഓർപ്പിക്കട്ടെ, എല്ലാവർക്കും ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഒരു വ്യക്തി പോലും എല്ലാ ഉത്തരവാദിത്വം മാറിപ്പോകുന്നത് ഞാൻ പറഞ്ഞുവല്ലോ, ജീവിതത്തിന്റെ ബലഹീനതകളുമായിട്ടാണ് ഇന്ന് രാത്രി ദൈവത്തിന്റെ തിരുവചനമായി നിൽക്കുന്നത്. ഞാനും കർത്താവിൽ ആഗ്രഹിക്കുന്നു, കർത്താവേ, ആ പെർഫെക്ഷനിലേക്ക് കടന്നു വരുവാൻ ഈ ദിവസങ്ങളിൽ എന്നെ സഹായിക്കണമേ. ദൈവത്തിനു മുമ്പാകെ ഞാൻ താഴ്ത്തി കൊടുക്കുക ഇന്ന് രാത്രി ചെയ്യുന്നത്. അതിനെന്നോടുകൂടെ എത്ര പേര് പറയുവാൻ സാധിക്കും? കർത്താവേ, വിവിധ രീതികൾ, വിവിധ ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനകത്ത് നമ്മുടെ
നമ്മുടെ അവസ്ഥകൾ എന്ത്? ദൈവം നമ്മളെ നേതൃനിരയിൽ വെച്ചിരിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ത്? നാം വെറുതെ ഭരിക്കുന്നവരായിട്ട് ഞാൻ പറയുന്നതെല്ലാം അനുസരിച്ച് അവർ പോകണമെന്ന് ചിന്തിക്കുന്നവരോ, അതോ നമ്മളൊരു മാതൃകയായി തീർന്ന് അവരെ നയിക്കുവാൻ തക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു? പ്രിയപ്പെട്ടവരെ, ഒന്ന് ശാന്തമായിട്ട് മനസ്സിലാക്കണം. ഗാഡ് എക്സ്പെക്ട്, ദൈവം നമ്മൾ കൂടെ ആഗ്രഹിക്കുന്നത് ഒരു മാതൃകയാണ്. ഒരു മാതൃകയില്ലാതെ നമുക്ക് മുൻപോട്ട് കടന്നുപോയി ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ സാധ്യമല്ല. ഒരാടുകളെ പോലും മുൻപോട്ട് വിടുവാൻ സാധ്യമല്ല. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പറഞ്ഞ കർത്താവേ, മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയുള്ളവരായി ജീവിപ്പാൻ, എന്നെ ഭരമേൽപ്പിച്ച ആടുകളുടെ മുൻപിൽ ഒരു ദൈവ പൈതലായി, ദൈവദാസനായിട്ട്, അവരുടെ ഭാരം വഹിക്കുന്നവനായിട്ട്, അവരുടെ വേദന ചുമക്കുന്നവനായിട്ട്, അവരുടെ കണ്ണുനീരിൽ അവരോടുകൂടെ കണ്ണുനീർ ഒഴുക്കുന്നവനായിട്ട് മാറ്റപ്പെടുവാൻ സ്വർഗ്ഗമേ എന്നെ സഹായിക്കണമേ. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുമോ?